നമ്മുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിക്ക് പുറത്ത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം വൈറലായി. അതതിൻ്റെ ഡെപ്ത് കൊണ്ടാണ് ഒന്ന്. പിന്നെ മറ്റൊന്ന് അതിൻ്റെ ഒരു രാഷ്ട്രീയവും ദാർശനികവുമായ ഉൾക്കാഴ്ച കൊണ്ടാണ്. ആ വിഷയം സാധാരണ മാധ്യമങ്ങൾക്ക്, മലയാള മാധ്യമങ്ങളൊന്നും ചർച്ചയ്ക്ക് എടുത്തില്ല. മലയാളത്തിൽ തന്നെ അതിപ്പോൾ TGയോട് സംസാരിച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും എന്നതുകൊണ്ട് എനിക്കും തീർച്ചയായിട്ടും. വിഷയം ഇതായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ നടത്തിയ ഒരു സ്വകാര്യ ചടങ്ങിൽ നടത്തിയ പ്രഭാഷണം അവിടെ വലിയ നാഷണൽ മീഡിയ വലിയ തോതിൽ വൈറലാക്കി. ആ പ്രഭാഷണത്തിന്റെ ടൈറ്റില് ആൻഷ്യൻ വിസ്ഡം ആൻഡ് ലീഗൽ ഇന്റലിജൻസ് എന്നായിരുന്നു. പ്രത്യക്ഷത്തിൽ നേരെ പറഞ്ഞാൽ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കുമ്പോൾ ഭാരതീയ സംസ്കാരവും ഭാരതീയ നിയമസംഹിതയും തമ്മിലുള്ള ഒരു പാരമ്പര്യ പൊക്കിൾക്കൊടി ബന്ധം എത്രത്തോളം എന്നാണ് അദ്ദേഹം. പക്ഷേ ഇത് വാർത്തയിലെ തലക്കെട്ടുകളായി തീർന്നത് ഈ സംഘപരിവാറിനെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, കേരളത്തിലും അങ്ങനെയാണല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയരുന്ന ഒരു ആരോപണം മനുവാദികളാണ്. മനുസ്മൃതിയുടെ ദർശനമാണ് ഇവരുടെ നിയമം. ഹിന്ദു രാഷ്ട്രത്തിനും ഹിന്ദുത്വത്തിനും മനുവാണ് ആചാര്യൻ എന്നുള്ള മട്ടിലാണ്. അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട് തുഷാർ മേത്ത. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിൽ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് വിശദീകരിക്കേണ്ട TGയാണ്. ഞാനത് എനിക്ക് മനസ്സിലായത്, ഇന്ത്യയിലെ ജൂറിസ്പ്രൂഡൻസിനെ ബാധിച്ച രണ്ട് പ്രധാനപ്പെട്ട ആൻഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. അതൊന്ന് യാജ്ഞവൽക്യ സ്മൃതിയിൽ നിന്ന് വന്ന മിതാക്ഷര എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. വേറൊന്ന് മനുസ്മൃതിയിൽ നിന്ന് വന്ന ദായഭാഗ. ഈ രണ്ടുമാണ് പ്രധാനപ്പെട്ട. അതിൽ അദ്ദേഹം പറയുന്ന ആദ്യത്തെ കാര്യം, ഇന്ത്യയെ മൊത്തത്തിലെടുക്കുമ്പോൾ ചെറിയൊരു പ്രദേശത്ത് മാത്രമേ ഈ ദായഭാഗ ബാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മനുസ്മൃതി സ്വാധീനിച്ചിട്ടുള്ളൂ. അത് ഇന്നത്തെ ബംഗാൾ വേണ്ടി വന്നാൽ ബംഗാളിലും ആസാമിലും മാത്രമാണ്. മറ്റ് ഇന്ത്യയെ മൊത്തം സ്വാധീനിക്കുന്നത് ഇതാണ്, മിതാക്ഷരയാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യാജ്ഞവൽക്യ സ്മൃതിയാണ്. വേറൊരു കാര്യം പറയുന്നത്, പാരമ്പര്യ അവകാശം, അനന്തരാവകാശം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒരു അച്ഛന് ഒരു കുഞ്ഞ് പിറന്നാൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് പിറന്നാൽ ജന്മാവകാശമായി തന്നെ കുടുംബ സ്വത്തിൽ അവകാശമുണ്ട്. അതാണ് ഈ മിതാക്ഷരി പറയുന്നത്. അതേസമയത്ത് മറ്റേത് മരിച്ചാൽ മാത്രമേ അവകാശം കിട്ടുന്നുള്ളൂ, പിണ്ടദാനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത്, സമ്പൂർണമായിട്ട് ഈ വിവാഹേതര ബന്ധങ്ങളെ സമ്പൂർണമായി നിരസിക്കുന്നുണ്ട് ഇന്ത്യൻ നിയമം. അതും ഈ യാജ്ഞവൽക്യ സ്മൃതിയാണ്. ചുരുക്കത്തിൽ മനുസ്മൃതി അല്ല ഇന്ത്യയിലെ ഇന്ത്യക്കാർക്ക് വ്യാപകമായി സ്വീകാര്യമായ ഒരു നിയമാവലി എന്ന് തുഷാർ മേത്ത അതിമനോഹരമായിട്ട് സംസാരിച്ച് സ്ഥാപിച്ചെടുത്ത ഒരു പ്രഭാഷണമായിരുന്നു അത്. മലയാളി ശ്രദ്ധിച്ചില്ല എന്നത് പോട്ടെ, പക്ഷെ മലയാളി അതിൻ്റെ കോർ അറിയേണ്ടതുണ്ട്. TG അതിൻ്റെ ഒരു ബേസിക് സംഗതി ഒന്ന് പറഞ്ഞാൽ. ഈ ഭാരതത്തിൽ ഈ സിവിൽ നിയമങ്ങൾ യൂണിഫോം ആയിരുന്നില്ല. അതിന് കാരണം സമൂഹങ്ങൾ യൂണിഫോം ആയിരുന്നില്ല. കൾച്ചർ മാത്രമാണ് യൂണിഫോമായിട്ട് നിന്നത്. ആധ്യാത്മികത യൂണിഫോമായിട്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഉണ്ടായിരുന്നു. ബട്ട് ഭൗതിക ജീവിതം അത് വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്തമായിരുന്നു. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പോലും വ്യത്യസ്തമായിരുന്നു. തീർച്ചയായിട്ടും തിരുവിതാംകൂറും കൊച്ചിയും മലബാറും തമ്മിൽ ഒരുപാട് വൈജാത്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ വൈജാത്യങ്ങളെ ഉൾക്കൊണ്ട് ചെറിയ ചെറിയ സമൂഹങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ നിയമങ്ങൾ, അത് ആ ഏരിയയിൽ നിലനിൽക്കുന്ന നിയമം. ഇപ്പോൾ മലബാർ മാപ്പിള ആക്ട്, അങ്ങനെ ഒരു ആക്ട് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? ഇപ്പോഴും ആ ആക്ടിനെ ചൊല്ലിയുള്ള കേസുകൾ കേരള ഹൈക്കോടതി നടക്കുന്നുണ്ടല്ലേ. ആക്ട് അബ്രോഗേറ്റ് ചെയ്തു. പക്ഷെ അന്ന് ഈ ആക്ട് പ്രകാരം സ്വത്ത് വിഭജിച്ചത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞുള്ള കേസുകൾ ഇപ്പോഴും തുടരുന്നു. അളിയ സന്താന ആക്ട്, അത് മലബാറിലെ മാപ്പിളമാർക്ക്, മുസ്ലിങ്ങൾക്കുള്ള ആക്റ്റായിരുന്നു അളിയ സന്താന ആക്ട്. ഈ ശരീഅത്ത് നിയമമൊക്കെ വരുന്നതിന് മുമ്പ് അളിയ സന്താന ആക്ട് എന്നാണ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതും ഇതുപോലെ ഫാമിലിക്കുള്ളിലെ എന്തോ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സമൂഹത്തിനും അവർക്ക് യോജിച്ച ആക്ട് വെച്ച് പ്രവർത്തിച്ചു. അപ്പോൾ മനുസ്മൃതിയാണെങ്കിലും യാജ്ഞവൽക്യ സ്മൃതിയാണെങ്കിലും ജീമൂതവാഹന സ്മൃതിയാണെങ്കിലും ദേവല സ്മൃതിയാണെങ്കിലും
ഭാരതത്തിൻ്റെ ഓരോ കോണിൽ അവരവർക്ക് യോജിച്ച രീതിയിൽ അതിൽ ഭേദഗതിയും വരുത്തി വേറെ കോഡുണ്ടാക്കിയിട്ട് ഇപ്പോൾ ആന്ധ്ര മുതൽ തമിഴ്നാടിൻ്റെ വലിയൊരു ഭാഗം വരെ നിലനിന്നിരുന്നത് വിവാദരത്നാകരം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. സ്മൃതിയാണോ അത്? അല്ല, സ്മൃതി എന്ന് വിളിക്കാം അതിനെ. മനുഷ്യൻ എഴുതി ഒരാവശ്യത്തിന് ഉണ്ടാക്കുന്നതിനെയൊക്കെ സ്മൃതി എന്നാണല്ലോ പറയുന്നത്. ശ്രുതി ആത്യന്തികമായ സത്യങ്ങളും സ്മൃതി അപ്പോൾ ആവശ്യത്തിന് ഉണ്ടാക്കുകയും കുറച്ചു കാലം കഴിയുമ്പോൾ അത് മാറ്റിമറിച്ചിട്ട് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാടാണ്. അത് ഒരു ശ്രുതിയുടെ ഒരു തരം വ്യാഖ്യാനങ്ങൾ തന്നെയാണ് അല്ലേ? അതെ അതെ, ശ്രുതിയുടെ അംശങ്ങൾ സ്മൃതിയിലുണ്ടാവും. അപ്പോൾ ഇത് വിവാദരത്നാകരം എന്ന നിയമപുസ്തകമായിരുന്നു. അതിൽ ആദ്യത്തെ വിവാദം, ഇപ്പം ഈ വിവാദം എന്ന് പറഞ്ഞാൽ ടി വി തർക്കമല്ല, ശരിക്കും സംവാദം. ഈ പ്രശ്നം അതിനെയാണ് ഒരു വിവാദം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രശ്നം ഇതാണ്: എൻ്റെ ബെഡ്റൂമിനെതിരെ തൻ്റെ വീടിൻ്റെ ജനൽ വന്നത് എന്തുകൊണ്ട്? ആ ഡിസ്പ്യൂട്ടാണ് തീരുമാനിക്കാൻ. ഒരാളുടെ ബെഡ്റൂം, അയാളാണ് ആദ്യം വീട് വെച്ചത്. രണ്ടാമത്തെ ആൾ വീട് വയ്ക്കുമ്പോൾ ഇയാളുടെ ബെഡ്റൂമിൻ്റെ നേർക്ക് ജനൽ വയ്ക്കാമോ എന്നാണ് ചോദ്യം. എത്ര വർഷം മുമ്പുള്ളതാണ്. അതെ അതെ. നമ്മളിപ്പോൾ കേരളത്തിൽ ഈ ഒരു ഡിസ്പ്യൂട്ട് സാറിന് കാണാൻ സാധ്യമല്ല. അതെങ്ങനെ സെറ്റിലായി എന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പം ഇങ്ങനെ എൻ്റെ ബെഡ്റൂമിനെതിരെ മറ്റേ ആൾ ജനൽ വെച്ചു. കോടതിയിൽ വന്ന ഇഷ്യൂ ആണോ? കോടതിയിൽ ഈ പോസിബിൾ തർക്കങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും അടങ്ങുന്നതാണ് വിവാദരത്നാകരം. ശരി. അപ്പോൾ വിവാദരത്നാകരം കോട്ട് ചെയ്താണ് അന്നത്തെ സഭകളിൽ ചർച്ച നടക്കുന്നത്. അന്ന് ഈ നമ്മുടെ ഈ കാണുന്ന കോടതി ഒരു കെട്ടിടമായിട്ടല്ല, വല്ല ആൽച്ചുവട്ടിലുമൊക്കെ എല്ലാവരും കൂടിയിട്ട് അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് ഫൈനലി അതിനൊരു തീർപ്പ്. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പ് അതിനൊരു തീർപ്പുണ്ടാവും. വർഷങ്ങളിട്ട് അഴിക്കുന്ന പരിപാടിയൊന്നും പഞ്ചായത്ത് പോലെ കൂടിയിട്ട് അല്ലേ? ഇപ്പം ഈ പഞ്ചായത്തൊക്കെ അങ്ങനെയാണ്. 13 വർഷം കോടതിയിൽ നീതി കിട്ടാത്ത സ്ത്രീ പഞ്ചായത്തിൽ പോയി പറയുന്നു, എൻ്റെ ബ്രദേഴ്സ് എനിക്ക് വേണ്ട വിഹിതം തന്നില്ല, അതാണ് അവരുടെ പരാതി. കോടതിയിൽ തീർപ്പായില്ല. പഞ്ചായത്തിൽ പോയി. പഞ്ചായത്ത് ഇവരുടെ 6 സഹോദരന്മാരുണ്ട്, വലിയ കട്ടയന്മാർ. 6 പേരെയും വിളിച്ചു. എന്താണ് ഇത് കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അല്ല, അവർക്ക് അർഹതയില്ല. അവർ പറഞ്ഞു ഞങ്ങൾ റെക്കോർഡില്ല എന്ന് നോക്കി. മര്യാദയ്ക്ക് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഇവിടെ വെച്ച് കരാർ എഴുതണം, ആ സ്ത്രീക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. ഇതില്ലെങ്കിൽ സംഭവിക്കുന്ന ഇവർ സമുദായ ഭ്രഷ്ടരാക്കും. ജീവിക്കാൻ പറ്റില്ല, പിന്നെ നാട് വിടേണ്ടി വരും. ഈ അവസ്ഥയാണ്. അപ്പോൾ അതാണ് പഞ്ചായത്ത്. അതെന്തോ മോശപ്പെട്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയി പഞ്ചായത്ത് നിരോധിക്കുക, പഞ്ചായത്ത് കൂടുന്ന സ്ഥലത്ത് പോലീസ് വരിക, അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, ഇങ്ങനെയൊക്കെ ചെയ്തു. ബട്ട് അവർ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള തമിഴ്നാട്ടിലെ പഞ്ചായത്ത്, അവിടെ പഞ്ചായത്ത് എന്നാണ് പറയുന്നത്. ഈ പരാതി പറഞ്ഞാൽ അപ്പോൾ സിവിൽ കേസുകൾ ഒരുപാട് കുറഞ്ഞു കിട്ടുമല്ലേ? അങ്ങനെ കുറഞ്ഞു കിട്ടും സാർ. ഞാൻ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഓല ഷെഡ് ഇടാം. ആ ഒരുത്തനെ വിളിച്ചിട്ട് ഞാൻ 5000 രൂപ അഡ്വാൻസ് എന്ന് പറഞ്ഞു കൊടുത്തു. അതുമായിട്ട് അവൻ മുങ്ങി. അയ്യോ, എൻ്റെ കാശ് പോയി. അപ്പോൾ ഞാൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് എടുത്തുനിന്നിപ്പുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു. സാറ് ആർക്കാ കാശ് കൊടുത്ത്? ആ ഗോവിന്ദന്. അവൻ വെള്ളം അടിച്ചതാ. ഞാൻ പറഞ്ഞു ഞാൻ പോലീസിൽ പരാതി കൊടുക്കും. പോലീസിൽ പോകല്ലേ, അവരായി 5000 രൂപ വേറെ മേടിക്കും. ഗോവിന്ദൻ്റെ 5000 പോയി, പോലീസിൽ 5000 പോകും. സാറ് ചുമ്മാ എനിക്ക് ഞാൻ അവന് വരുത്താം. അപ്പം ഇയാൾ അവിടുത്തെ കൗണ്ടറാണ്, ഊരിൻ്റെ സെക്യൂരിറ്റി ആയിട്ടിരിക്കുന്ന ആൾ. അപ്പോൾ അയാൾ ഇവനെ വിളിച്ച് പിറ്റേ ദിവസം വന്നു. 2000 രൂപ അവൻ വെള്ളം അടിച്ച് തീർത്ത് കഴിഞ്ഞു. 3000 രൂപ തിരിച്ചു കിട്ടി. ഇവൻ പറഞ്ഞു സാറേ ആ 3000 മേടിച്ചു, ബാക്കി 2000 കിട്ടില്ല. കള്ളു കുടിച്ച് തീർത്ത് ഇപ്പം എന്ത് ചെയ്യാൻ? എന്നാലും കോടതിയിൽ കാശ് കൊടുക്കണ്ടല്ലോ. കൊടുക്കണ്ട, കോടതിയിലും പോലീസിലും പോയിട്ട് കാര്യമില്ല, പ്രശ്നം ഒന്ന് സോൾവ് ആകും. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇതിനെല്ലാം അതിൻ്റെതായ കുറേ റൂളും സംഗതിയും ഉണ്ടായിരുന്നു. മെല്ലെ മെല്ലെ ഇത് ഡെവലപ്പ് ചെയ്തു. പിന്നെ നമുക്ക് നമ്മുടേതായ കോടതികളുണ്ടായി. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ പറയുന്ന കോടതികൾ, ഇപ്പോൾ കാണുന്ന കോടതികളൊക്കെ വരുന്നത്. മനുസ്മൃതി അതേസമയം നിയമങ്ങൾ മാത്രമല്ല, കുറേ പ്രിൻസിപ്പിൾസും കൂടെ പറയുന്നുണ്ട് മനുസ്മൃതി. അതുകൊണ്ടാണ് മനുസ്മൃതി പോപ്പുലർ ആവാൻ കാര്യം. മനുസ്മൃതിയെ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് വാസ് പോപ്പുലർ, പ്രിൻസിപ്പിൾസ് ഉള്ളതുകൊണ്ട്. നമ്മളുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഉണ്ടല്ലോ, അതിൻ്റെ ആ വലിയ ഡോം,
അതിനുള്ളിൽ വട്ടത്തിൽ എഴുതിയ ശ്ലോകം അത് മനുസ്മൃതിയിൽ നിന്ന് എടുത്തതാണ്. ഓ അത് ശരി. ലുട്ടൻ സാഹിബ് ബ്രിട്ടീഷുകാർക്ക് മനുസ്മൃതിയോട് ഇത്ര വിരോധം ഉണ്ടായിരുന്നില്ല. അവർ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ പാർലമെൻറ്റിൽ എന്ത് ചെയ്യണം എന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. സഭാവാമയ പ്രവേഷ്ടവ്യം വക്തവ്യം വാ സമഞ്ജസം. സഭയിൽ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ സമഞ്ജസമായിട്ട് സംസാരിക്കണം. യോജിപ്പ്, ആരെയും മുറിപ്പെടുത്താതെ എല്ലാവരെയും ചേർത്ത് വേണം സംസാരിക്കാൻ. മനുസ്മൃതിയാണോ? മനുസ്മൃതിയാണ്. ശരി. അബ്രുവൻ വിബ്രുവൻ വ്യാപി നരോ ഭവതി കിൽബിഷി. മനുഷ്യരെ വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവൻ അല്ലെങ്കിൽ ഒന്നും സംസാരിക്കുന്നവൻ, ഈ രണ്ടുപേരും മഹാപാപികളാണ്. കിൽബിഷി, പാപം. കറക്റ്റാണ്. അവിടെ പോയി ഉറക്കം തൂങ്ങാൻ അങ്ങോട്ട് പോകണ്ടല്ലോ. കറക്റ്റാണ്. ശരി. വാ തുറക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക്. പാർലമെന്റിനകത്ത് ചില രീതിശാസ്ത്രം മനുസ്മൃതി പറയുന്നുണ്ട്. അത് ഇവരുടെ തലയ്ക്ക് മുകളിൽ ഇപ്പൊ പുതിയ പാർലമെന്റ് അതുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കറക്റ്റാ. നിയമാവലിയിലല്ല സ്വാധീനിച്ചത് അല്ലേ, നമ്മുടെ പാർലമെന്റിന്റെ പെരുമാറ്റച്ചട്ടമാണ്. ഇത് മനുസ്മൃതിയിൽ നിന്നെടുത്ത ശ്ലോകമാണ്. ഇത് ആർക്കും അറിയില്ല. ഇതിന് താഴെ കിടന്നിട്ടാണ് മനുസ്മൃതി കത്തിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പാർലമെന്റിൽ ബഹളം വയ്ക്കുന്നത്. തലയ്ക്ക് മുകളിൽ അപ്പോൾ ഇങ്ങനെ പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ചെയ്തതാണ് മനുസ്മൃതി. ഇത്തരം പ്രിൻസിപ്പിൾസിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം ചെന്ന് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നും. ഇപ്പോൾ 2 വിവാഹം കഴിക്കുന്നത് വളരെ സാധാരണമായ ഒരു കാര്യമായിരുന്നു. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ ആ പ്രദേശത്ത് ഏകദേശം 80% ആൾക്കാർക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. എല്ലാ ജാതിയിലും. മുസ്ലിം ഒരു കുടുംബമേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങർക്ക് 4 ഭാര്യമാരും ഉണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാവർക്കും മിനിമം 2 ഉറപ്പാണ്. ബഹുഭാര്യത്വം സാധാരണമായിരുന്നു. അതൊരു പ്രശ്നമായിട്ട് ആരും കണ്ടിരുന്നില്ല. എൻ്റെ സമുദായത്തിൽ തന്നെ ബഹുഭാര്യത്വം അവസാനിപ്പിച്ച ഫസ്റ്റ് ജനറേഷൻ എൻ്റെ അച്ഛനും വലിയച്ഛനും അച്ഛൻ്റെ ചേട്ടനും. ഇവർ വരുമ്പോൾ അപ്പൂപ്പന്മാർക്കൊക്കെ 2 ഭാര്യന്മാരും ഇല്ലാതെ ഒറ്റ ഭാര്യയുള്ളവരും ഉണ്ടായിരുന്നു, 2 ഉള്ളവരും ഉണ്ടായിരുന്നു. 2 അത്ര വലിയ കുറ്റമായിട്ട് ആരും കണ്ടിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ സിസ്റ്റം നിന്നു. പിന്നെ നിയമവും വന്നു, ഹിന്ദുക്കൾക്ക് 1 ഭാര്യയെ പാടുള്ളൂ എന്നുള്ള നിയമവും വന്നു. ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടി ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ. ഒരു പുസ്തകത്തെ നിങ്ങൾക്ക് എതിർക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ പുസ്തകം ഒന്ന് വായിക്കണം. ഞാൻ മനുസ്മൃതി വായിച്ചാൽ എന്താന്ന് ചോദിച്ചൊരു പോസ്റ്റ് ഇട്ട് അല്ല ഒരു വീഡിയോ ചെയ്തിരുന്നു. എത്രയാ തെറി വിളിക്കുന്ന ആൾക്കാർ. അല്ല എന്നോട് ഞാൻ പണിക്കർ സാറിന്റെ ട്രാൻസ്ലേഷനാണ് വായിച്ചത്. ആദ്യമായിട്ട് ഖുറാനിൽ ഇതുപോലത്തെ ഒരുപാട് ഒബ്ജക്ഷൻ വേണ്ട വരികളുണ്ടെന്ന് ഞാൻ എഴുതാനുണ്ട്. ഞാൻ ആദ്യം ഖുറാൻ വാങ്ങി വായിച്ചു. ഒരു സെക്കൻഡ്. അപ്പോൾ ആയിക്കോട്ടെ, അവസാനം പറഞ്ഞോളൂ. അപ്പോൾ മനുസ്മൃതിയിലെ ഇതുപോലത്തെ പ്രിൻസിപ്പിൾസ് ഉള്ളതുകൊണ്ട് മനുസ്മൃതി വളരെ പോപ്പുലറായി. മനുസ്മൃതിയുടെ അംശങ്ങൾ അവിടെ ഇവിടെയൊക്കെയുള്ള മറ്റ് സ്മൃതികളിൽ കയറി വന്നു. മനുവാണ് ആദ്യം ഇത് കോഡിഫൈ ചെയ്ത ആൾ. നിയമങ്ങൾ കോഡിഫൈ, കോഡെന്ന് പറയുമല്ലോ നമ്മൾ, ഇന്ത്യൻ പീനൽ കോഡ് കോഡിഫൈ ചെയ്ത ആൾ മനുവാണ്. അപ്പോൾ മനു മറ്റുള്ളവരെയും സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് ഇത് ഭേദപ്പെടുത്തി എഴുതിയ ആൾക്കാർ എന്ന് പറഞ്ഞ യാജ്ഞവൽക്യൻ, ജീമൂതവാഹനൻ, ദേവലൻ, ഇതുപോലെ പലരും. അപ്പോൾ അവരെഴുതുമ്പോൾ നേരത്തെ എഴുതിയ ആളിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും വരുമല്ലോ ഇതിൽ. തീർച്ചയായിട്ടും അത് ഇംപ്രവൈസ് ചെയ്തിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ തീർത്തും അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വിരുദ്ധ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ഏതിനെയാണോ നമ്മൾ എതിർക്കുന്നത് അതറിഞ്ഞിരിക്കണമല്ലോ. എനിക്കാകെ ഇതേ ഉള്ളൂ. മനുസ്മൃതിയെ നിങ്ങൾക്ക് എതിർക്കാം, അതിനു മുമ്പ് അതൊന്ന് വായിക്കുക, അതിനുള്ള ദയ കാണിക്കണം. തീർച്ചയായിട്ടും.